തന്ത്രി കണ്ഠര് രാജീവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ ഇപ്പോൾ SIT സംഘം എത്തിയിരിക്കുന്നു. പരിശോധനയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ SIT സംഘം ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് എത്തിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിൽ പോയതിനു ശേഷമുള്ള സ്വാഭാവിക നടപടിയാണ് ഈ പ്രതികളുടെയൊക്കെ തന്നെ വീടുകളിലേക്ക് പരിശോധന നടത്തുക, രേഖകൾ പിടിച്ചെടുക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ SIT സംഘം നീങ്ങുന്നത്. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, എപ്പോൾ മുതലാണ് SITയുടെ പരിശോധന തുടങ്ങിയത്? എന്തൊക്കെയാണ് ഇനി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്ത്രിയുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ SITയുടെ നീക്കം, രേഖകൾ തേടിയുള്ള പരിശോധന? പ്രതീക്ഷ 5 മിനിറ്റ് മുമ്പാണ് തിരുവനന്തപുരത്തു നിന്നുള്ള SITയുടെ സംഘം താഴമൺമഠത്തിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ വീട്ടിലെത്തിയത്. തിരുവനന്തപുരത്തു നിന്നൊരു 5-6 ഉദ്യോഗസ്ഥർ മാത്രമാണ് എത്തിയത്. പക്ഷേ ചെങ്ങന്നൂർ, പുലിക്കീട് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള CIയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സംഘത്തിൻ്റെ സാന്നിധ്യത്തിലും കാവലിലുമാണ് ഈ ഉദ്യോഗസ്ഥർ വീടിന് അകത്തേക്ക് കയറിപ്പോയത്. 5 മിനിറ്റിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ ഉദ്യോഗസ്ഥർ വീടിനകത്തേക്ക് പോയത്. സ്വാഭാവികമായി തന്നെ പ്രതീക്ഷ പറഞ്ഞതുപോലെ തന്നെ കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്താൽ അവരുടെ ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതൊരു സ്വാഭാവിക നടപടിയാണ്. അതുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ പാസ്ബുക്കുകളോ സാമ്പത്തിക ഇടപാട് നടത്തിയതിൻ്റെ രേഖകൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കുമോ എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനിയുള്ള പരിശോധന എത്രത്തോളം സമയം നീണ്ടേക്കാം? പ്രധാനപ്പെട്ട രേഖകളൊക്കെ തേടുക എന്നുള്ളതാണ്. മാത്രമല്ല, വളരെ അവിചാരിതമായി വിളിച്ചു വരുത്തുമ്പോൾ ഒരു അറസ്റ്റിലേക്ക് പോകുമെന്നൊന്നും കരുതിയില്ല, ഒരു മുൻകരുതലോ ഒന്നും സ്വീകരിച്ചില്ല തന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഈ പരിശോധനയിൽ രേഖകളൊക്കെ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് SITക്ക് ഉള്ളത്. രാജീവരുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അമ്മ, ഭാര്യ, മകൾ, കൊച്ചുമക്കൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബം ഈ വീട്ടിലാണ് താമസിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ അവർ ഇവിടെ തന്നെയുണ്ട്. നമ്മൾ പ്രതീക്ഷ പറഞ്ഞതുപോലെ ഇന്നലെ രാവിലെ അവരുമായി നമ്മൾ ക്യാമറയില്ലാതെ വ്യക്തിപരമായി സംസാരിച്ചിരുന്നു. പ്രതീക്ഷ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചത് തന്നെ മൊഴിയിൽ ഒപ്പിടണം എന്നുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മറ്റേതെങ്കിലും രീതിയിൽ അറസ്റ്റിലേക്കോ മറ്റ് നിയമ നടപടികളിലേക്കോ പോകുന്നുള്ളൊരു യാതൊരു വിധമായ മുന്നറിയിപ്പോ ഏതെങ്കിലും സൂചനകളോ SIT ഉദ്യോഗസ്ഥർ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ഞെട്ടലിലായിരുന്നു അറസ്റ്റിലേക്കും ഒപ്പം തന്നെ റിമാൻഡിലേക്കും ഒക്കെ പോയപ്പോൾ കുടുംബം ഉണ്ടായിരുന്നത്. രാവിലെ ചില BJPയുടെ പ്രാദേശിക നേതാക്കളടക്കം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ചില നേതാക്കളടക്കം കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. അവരുമായി സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് കുടുംബം വലിയ രീതിയിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടിലാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. സ്വാഭാവികമാണ്, വീട്ടിൽ നിന്ന് ഒരാൾ അറസ്റ്റിലാകുമ്പോൾ വീട്ടുകാർക്കുണ്ടാകുന്ന വികാരം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഈ SITയുടേത് പ്രതീക്ഷ പറഞ്ഞതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ SIT രാജീവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റത്തിന് അനുബന്ധമായി എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ, രേഖകൾ ഈ വീട്ടിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളൊരു ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് പരിശോധന നടത്തുന്നത്. രഘു, ഈ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധമടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് വരുമ്പോൾ തന്ത്രിയുടെ വീട്ടിലേക്ക് വല്ലപ്പോഴും ഒക്കെ തന്നെ വളരെ കൂളായി തന്നെ മറ്റൊരു തടസ്സങ്ങളും ഒന്നുമില്ലാതെ സൗഹൃദത്തോടു കൂടി കാലങ്ങളായി ബന്ധം പുലർത്തി ആ വീട്ടിലൊക്കെ കടന്നു വരാൻ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയായിരുന്നു പോറ്റി. ആ നിലയ്ക്കുള്ള ഈ അന്വേഷണത്തിൽ മറ്റു കൂടുതൽ തെളിവുകൾ, ഈ പോറ്റിയുമായുള്ള ബന്ധത്തിൻ്റെയും ഇടപാടുകളുടെയും ഒക്കെ തന്നെ തെളിവുകൾ, ഇതൊക്കെ കുറച്ചുകൂടി തേടുക, എളുപ്പമാക്കുക എന്നതുകൂടി അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ കൂടുതലായി തെളിവുകൾ ഉറപ്പിക്കണം. തെളിവുകൾ തന്ത്രിയെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിലെ തെളിവുകൾക്ക് അപ്പുറത്തേക്ക് കൂടുതലായി ഈ കേൾക്കുന്നതിനും അപ്പുറത്തേക്കുള്ള രേഖാമൂലമുള്ള തെളിവുകൾ, ശബ്ദിക്കുന്ന തെളിവുകളൊക്കെ തന്നെ ഹാജരാക്കിയെങ്കിൽ മാത്രമേ SITക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന ഒരു പ്രാധാന്യം കൂടി ഉണ്ടല്ലേ? കർണാടകയിലെ ഒരു ക്ഷേത്രത്തിൽ താന്ത്രിക വൃത്തി ചെയ്യുന്നതിനിടെയാണ് തന്ത്രി കണ്ഠര് രാജീവര് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നത്. അവിടുത്തെ മേൽശാന്തിയായിരുന്നു ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി. അവിടെ വെച്ചുണ്ടായ പരിചയം പിന്നീട് കൂടുതൽ അടുപ്പമാവുകയും അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് തന്ത്രിയാണ്. പ്രതീക്ഷ പറഞ്ഞതുപോലെ സ്വാഭാവികമായി തന്നെ അടുപ്പമുള്ളത് കൊണ്ട് തന്നെ പലതവണ അദ്ദേഹം ഈ വീട്ടിൽ വന്നിട്ടുണ്ടാകാം, വീട്ടുകാരുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. എന്ന് മാത്രവുമല്ല, SITയുടെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് ത്രൂ ബാങ്ക് അക്കൗണ്ട് വഴി തന്നെ. അപ്പോൾ സ്വാഭാവികമായി തന്നെ ആ ബാങ്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ SITയുടെ പക്കലുണ്ടാവും. പാസ്ബുക്ക് അടക്കമുള്ള രേഖകൾ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക.